ബയോളജി പരീക്ഷയ്ക്ക് ക്ലാസിഫിക്കേഷൻ അഥവാ വർഗീകരണം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 100% ചോദിക്കാൻ ഉറപ്പുള്ള ചോദ്യമാണ് നമ്മുടെ കിങ്ഡം അനിമീലിയയിൽ വരുന്ന ഫൈലങ്ങളും അതിലുള്ള ഉദാഹരണങ്ങളും. സോ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ഭൂമിയിലെ എല്ലാ ജന്തുക്കളും എല്ലാ അനിമൽസും അടങ്ങിയിട്ടുള്ള കിങ്ഡമാണ് അനിമേലിയ എന്ന് പറയുന്ന കിങ്ഡം. ഈ ജന്തുക്കളെല്ലാം, അതായത് അനിമൽസിനെ എല്ലാം നമ്മൾ കിങ്ഡം അനിമേലിയയിൽ വിവിധ തരം ഫൈലങ്ങളിലായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ മക്കളെ, നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പം ആ ഫൈലത്തിന്റെ പേര് പഠിക്കണം, അതിനോടൊപ്പം തന്നെ ആ ഫൈലത്തിന്റെ പ്രത്യേകത എന്താണ് അല്ലെ, എന്താണ് ആ ഒരു സ്പെസിഫിക് ഫീച്ചർ എന്നുള്ളത് പഠിക്കണം. ഉദാഹരണം നിർബന്ധമായും പഠിക്കണം. എക്സാമ്പിൾസ് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, അത് ഉറപ്പായും പഠിച്ചിരിക്കണം. സോ നമുക്ക് മൊത്തം 9 ഫൈലങ്ങളാണ് പഠിക്കാനുള്ളത് അല്ലെ. അപ്പൊ ഓരോന്നായിട്ട് നമുക്ക് നോക്കിയാലോ. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, അതായത് പോരിഫറ മുതൽ കോഡേറ്റ വരെ നിങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ജന്തുക്കളുടെ ശരീരഘടന സിമ്പിളിൽ നിന്ന് കോംപ്ലക്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ പോരിഫറയൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ വരുന്ന ജന്തുക്കൾക്ക്, അനിമൽസിന്റെ ശരീരത്തിന്റെ ഘടന വളരെ സിമ്പിൾ ആയിരിക്കും. പക്ഷെ കോഡേറ്റ, ഇപ്പൊ നമ്മളൊക്കെ തന്നെ അല്ലെ, നമ്മുടെയൊക്കെ ശരീരഘടന എന്ന് പറയുന്നത് എന്താണ്, വളരെ കോംപ്ലക്സ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഫൈലംസ് ആയിട്ട് പഠിക്കാം അല്ലെ. സോ ഒന്നാമത്തെ ഫൈലമാണ് നമ്മുടെ ഫൈലം പോരിഫറ അല്ലടാ, പോരിഫറ. അപ്പൊ പോരിഫറയുടെ പ്രത്യേകത എന്താ? പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് കടൽ ജീവികളാണ്, എക്വാട്ടിക് ഓർഗാനിസംസ് ആണ് അല്ലെ. എക്വാട്ടിക് ഓർഗാനിസംസ് എന്ന് പറയുന്നത് എന്താണ്? ഇവര് ജലത്തിൽ ജീവിക്കുന്ന ജീവികളാണ്, ജലജീവികളാണ്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ ശരീരം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ശരീരത്തിൽ ധാരാളം എന്തുണ്ടാകും, ഇങ്ങനെ കുഞ്ഞി 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 സുഷിരങ്ങൾ ഉണ്ടാവും, വളരെ മൈന്യൂട്ട് പോഴ്സ് ഉണ്ടാകും. അതായത് സൂക്ഷ്മ സുഷിരങ്ങളുള്ള ജലജീവികളാണ് പോരിഫറ എന്ന് പറയുന്നത്. പോറിഫറ അതായത് പോറുകളുള്ള ജീവികൾ എന്നാണ് അർത്ഥം. എക്വാട്ടിക് ഓർഗാനിസംസ് ആണ്, ജലജീവികളാണ്, ആൻഡ് ശരീരത്തിൽ ആകമാനം എന്തുണ്ട്, മൈന്യൂട്ട് പോർസ്, സൂക്ഷ്മ സുഷിരങ്ങൾ ഉള്ളവയാണ്. എക്സാമ്പിൾ എന്താണ്? സ്പോഞ്ചസ് അല്ലടാ. എന്താണ് എക്സാമ്പിൾ? സ്പോഞ്ചുകളാണ് എക്സാമ്പിൾ കേട്ടോ. രണ്ടാമത്തെ ഫൈലമാണ് നിഡേരിയ. നിഡേരിയനെ തന്നെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? സീലന്ററേറ്റ എന്നും നമുക്ക് വിളിക്കാൻ പറ്റും അല്ലെ. ഇവരും എന്താണ്? എക്വാട്ടിക് ഓർഗാനിസംസ് ആണ് അല്ലെ, അതായത് ജലജീവികളാണ്. ഇവരുടെ ഒരു പ്രത്യേകതയാണ്, അതായത് ഇവർക്ക് ടെന്റക്കിളുകൾ ഉണ്ടാവും അല്ലെ. ടെന്റക്കിൾ, ഇപ്പൊ ജെല്ലി ഫിഷ് ഇല്ലടാ, ഈ ജെല്ലി ഫിഷ് ഒക്കെ നിങ്ങൾ നോക്കിക്കേ, ഇങ്ങനെ താഴേക്ക് വീണ് കിടക്കുന്ന കുറെ ടെന്റക്കിളുകൾ ഉണ്ടാവും. ഈ ടെന്റക്കിൾസിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? പ്രത്യേക സ്ട്രക്ചർ ആയിട്ടുള്ള നിഡോബ്ലാസ്റ്റുകൾ കാണപ്പെടുന്നു അല്ലെ. ടെന്റക്കിൾസിൽ എന്തുണ്ട്? നിഡോബ്ലാസ്റ്റ് ഉണ്ട്. ഈ നിഡോബ്ലാസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഇവരെ നമ്മൾ നിഡേരിയ എന്ന് വിളിക്കുന്നത്. ഇവർക്ക് മാത്രമുള്ള പ്രത്യേക ഫീച്ചർ ആണ് നിഡോബ്ലാസ്റ്റ് ഉള്ള ടെന്റക്കിൾസ്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നിഡോബ്ലാസ്റ്റ് എന്ന് കണ്ട അപ്പൊ തന്നെ ഓർത്തോളാ, നിഡേരിയ അല്ലെങ്കിൽ സീലൻഡ്രേറ്റ ആണ് ഫൈലം. ഓക്കെ അല്ലേ? യെസ്. എക്സാമ്പിൾ എന്താ? എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ട്, ഹൈഡ്ര അല്ലെ, ഹൈഡ്ര. അതേപോലെ തന്നെ നമ്മുടെ ജെല്ലി ഫിഷ് അല്ലടാ, ജെല്ലി ഫിഷ്. പിന്നെ സീ അനിമോൺ. സീ അനിമോൺ എന്ന് പറയുന്നത് കടൽപ്പൂവാണ്. ഇതാണ് 3 ഉദാഹരണങ്ങൾ കേട്ടോ. ഓക്കെ, അടുത്തതാണ് പ്ലാറ്റി ഹെൽമിന്തസ്. ഈ പ്ലാറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറഞ്ഞാൽ വിരകളാണ്. ഈ പ്ലാറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ്, പരന്നിരിക്കുന്നത് എന്നാണ് അർത്ഥം കേട്ടോ. ഓക്കെ, പ്ലാറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് അഥവാ പരന്നിരിക്കുന്ന ജീവികളാണ് എന്തിൽ വരുന്നത്? പ്ലാറ്റി ഹെൽമിന്തസിൽ വരുന്നത്. അപ്പൊ ഇവരെ ശരീരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര ചെറുതായിരിക്കും അല്ലെ, വളരെ ചെറിയ ശരീരമുള്ളവയാണ്, ഭയങ്കര സോഫ്റ്റ് ആണ്, മൃദുവായ ശരീരമുള്ളവയാണ്. പിന്നെ ഇവര് പരന്നിരിക്കുന്ന ജീവികളാണ്, പരന്ന ശരീരമുള്ള വിരകളാണ് ആരെന്ന് പറയുന്നത്? പ്ലാറ്റി ഹെൽമിന്തസ്. സ്മോൾ സോഫ്റ്റ് ആൻഡ് ഫ്ലാറ്റ് ബോഡീഡ് വേംസ്. ഓക്കെ അല്ലെ. എക്സാമ്പിൾ പ്ലനേറിയ അല്ലെ, ജലത്തിലൊക്കെ കാണുന്ന പ്ലനേറിയ. നാടവിര എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. യെസ്. ടേപ്പ് വർം, അതുപോലെ തന്നെ ഫ്ലൂക്ക് അല്ലെ. ഫ്ലൂക്ക് എന്ന് പറയുന്നത് എന്താണ്? യെസ്, അത് ലിവർ ഫ്ലൂക്ക്, ഫാസിയോള എന്നൊക്കെ പറയും. ഓക്കെ, ഇത് എന്ത് തന്നെയാണ്? വിര തന്നെയാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഇതാണ് പ്ലാറ്റി ഹെൽമിന്തസ്. അടുത്തതാണ് നമ്മുടെ നിമറ്റോഡ. അപ്പൊ നിമറ്റോഡ, പ്ലാറ്റി ഹെൽമിന്തസ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? പ്ലാറ്റി ഹെൽമിന്തസിൽ പരന്ന വിരകളാണെങ്കിൽ നിമറ്റോഡയിൽ വരുന്നത് ഉരുണ്ട വിരകളാണ്. ശരീരം ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന വിരകളാണ് കേട്ടോ. അപ്പൊ നിമറ്റോഡ വളരെ നീളം കൂടിയ ശരീരമുള്ളവയായിരിക്കും, ഉരുണ്ട ശരീരമുള്ള വിരകളാണ്. ഓക്കെ, റൗണ്ട് ബോഡീഡ് വേംസ് ആണ്. എക്സാമ്പിൾ എന്താ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ റൗണ്ട് വേം അല്ലെ, ഉരുണ്ട വിരത്തിനൊരു എക്സാമ്പിൾ ആണ്. പിന്നെ ഹൂക്ക് വേം ഇല്ലടാ, നമ്മളെ കൊക്കപ്പുഴു ഇല്ലേ, ഭയങ്കര വിശപ്പുള്ള ആൾക്കാരെ നമ്മൾ പറയും നിന്റെ വയറ്റിലൊക്കെ കൊക്കപ്പുഴുവാണെന്ന്. ഈ കൊക്കപ്പുഴു അല്ലെ, അഥവാ എന്താണ്? ഹൂക്ക് വേം, അത് നിമറ്റോഡ എന്ന് പറയുന്ന ഫൈലത്തിൽ വരുന്നതാണ്. പിന്നെ നമ്മുടെ പിൻവേം ഇല്ലേ, ക്രിമി അല്ലെ, ക്രിമികടി എന്നൊക്കെ നമ്മൾ പറയാം. ക്രിമി എന്താണ്? അതും വരുന്നത് എന്തിലാണ്? നിമറ്റോഡയിലാണ് കേട്ടോ, ഉരുണ്ട വിരയാണ്. ഓക്കെ, അടുത്തതാണ് നമ്മുടെ അനലിഡ. അനലിഡ എന്ന് ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലേക്ക് വരുന്ന ഉദാഹരണമാണ് നമ്മുടെ
മണ്ണിര അഥവാ ഏർത്ത് വർം, അതുപോലെ തന്നെ അട്ടയില്ലേ, ലീച്ച് അല്ലെ, നമ്മുടെ രക്തമൊക്കെ കുടിക്കുന്ന അട്ട അഥവാ ലീച്ച് കേട്ടോ. അപ്പൊ ഈ അനലിഡയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ ഒരു മണ്ണിരേനെ നിങ്ങളെ കയ്യിൽ വെച്ച് നോക്കിയിട്ടുണ്ടോ? ഇവരുടെ ശരീരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ശരീരത്തിൽ നമുക്ക് ഇങ്ങനെ കുറേ സെഗ്മെന്റുകൾ കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ കുറെ എന്തുണ്ടാകും? സെഗ്മെന്റ്സ് ഉണ്ടാവും അല്ലെ, അതായത് ഖണ്ഡങ്ങൾ ഉണ്ടാകും. അപ്പൊ ഈ ഖണ്ഡങ്ങളുള്ള ജീവികളാണ്, സെഗ്മെന്റ്സ് ഉള്ള ജീവികളാണ് ആരെന്ന് പറയുന്നത്? അനലിഡ എന്ന് പറയുന്നത്. ഓക്കെ, ഇവരെ നമ്മൾ ശരിക്കും സെഗ്മെന്റഡ് വേംസ് എന്നാ വിളിക്കുക. ഓക്കെ, അതായത് ഖണ്ഡങ്ങളുള്ള എന്താ പറയാ വേംസ് എന്നാണ് നമ്മൾ വിളിക്കുക അല്ലെ, വിരകൾ എന്നാണ് നമ്മൾ ഇവരെ വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എക്സാമ്പിൾ എന്താണ്? ഏർത്ത്, മണ്ണിര, അതുപോലെ തന്നെ നമ്മുടെ കുളയട്ട എന്ന് പറയും അല്ലെ, അട്ട അല്ലെ, അട്ട ലീച്ച്. അടുത്തതാണ് ആർത്രോപോഡ അല്ലെ, ആർത്രോപോഡ. ഇപ്പൊ ആർത്രോപോഡ പേരിൽ തന്നെ ഉണ്ട് ഈ ജീവികളുടെ പ്രത്യേകത. ആർത്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? ജോയിന്റ്സ്. പോഡ എന്ന് പറയുന്നത് എന്താണ്? അപ്പൻഡേജസ്, ലെഗ്സ് എന്നൊക്കെ നമ്മൾ പറയും, കാലുകൾ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അതായത് നമ്മുടെ ഈ അനിമൽ കിങ്ഡത്തിലെ അല്ലെങ്കിൽ കിങ്ഡം അനിമേലിയയിലെ ഏറ്റവും വലിയ ഫൈലം, ഏറ്റവും കൂടുതൽ ജന്തുക്കളുള്ള ഫൈലമാണ് എന്തെന്ന് പറയുന്നത്? ആർത്രോപോഡ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ വരുന്ന ജീവജാലങ്ങളുടെ പ്രത്യേകത എന്താ? ഓർഗാനിസംസിന്റെ പ്രത്യേകത എന്താ? ജോയിന്റഡ് ലെഗ്സ് ഉള്ളവയായിരിക്കും അല്ലടാ. എന്താണ്? ചെറുഭാഗങ്ങൾ കൂടി ചേർന്ന കാലുകൾ ഉള്ളവയായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇവർക്ക് എന്തുണ്ട്? ഇപ്പൊ നിങ്ങൾ ചെമ്മീൻ അല്ലെങ്കിൽ നമ്മുടെ പാറ്റ, കൂറ, അതല്ലെങ്കിൽ ഞണ്ടൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിക്കേ. ഇവർക്ക് എന്തുണ്ട്? പുറത്തൊരു അസ്ഥിക്കൂടമുണ്ട്. ശരീരത്തിന്റെ പുറത്ത് എന്തുണ്ട്? അസ്ഥിക്കൂടമുണ്ട്. ബാഹ്യാസ്ഥിക്കൂടമുള്ള ആൾക്കാരാണ് അല്ലെ, എക്സോസ്കെലിട്ടൻ ഉള്ള ആൾക്കാരാണ് ആർത്രോപോഡയിൽ വരുന്നത് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ്? ജോയിന്റഡ് ലെഗ്സ്, അതായത് ചെറുഭാഗങ്ങൾ കൂടിച്ചേർന്ന കാലുകളും ബാഹ്യാസ്ഥിക്കൂടം, എക്സോസ്കെലിട്ടൻ ഉള്ളവയാണ്. എക്സാമ്പിൾ മിസ് ഓൾറെഡി പറഞ്ഞു, നമ്മുടെ കൊഞ്ച് അല്ലെ, പ്രോൺ, അതുപോലെ തന്നെ നമ്മുടെ എന്താണ്? പാറ്റ, കോക്രോച്ച്, പിന്നെന്താണ്? ക്രാബ്, ചെമ്മീന്, ഇനി അതല്ല നിങ്ങൾക്ക് ഇപ്പൊ ബട്ടർഫ്ലൈ അല്ലെ, നമ്മുടെ എന്താണ്? ചിത്രശലഭം, ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൽ എഴുതാൻ സാധിക്കും കേട്ടോ. ഓക്കെ, ആർത്രോപോഡ കഴിഞ്ഞല്ലോ. അടുത്തതാണ് മൊളുസ്ക. ഇപ്പൊ ആർത്രോപോഡ എന്ന് പറയുന്നത് അനിമേലിയയിൽ തന്നെ ഏറ്റവും വലിയ ഫൈലമാണ്. ഇപ്പൊ രണ്ടാമത്തെ ഏറ്റവും വലിയ ഫൈലം ഏതാണ്? അതാണ് നമ്മുടെ മൊളസ്ക അല്ലടാ. എന്താണ്? മൊളസ്ക. അപ്പൊ ഈ മൊളസ്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ജീവികൾക്കൊക്കെ ഭയങ്കര സോഫ്റ്റ് ബോഡിയാണ് അല്ലെ, പഞ്ഞി പോലെ ഇരിക്കുന്നവയാണ്. ഓക്കെ, മൃദു ശരീരമുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ ഭൂരിഭാഗം ജീവികളിലും അല്ലെ, എല്ലാ ജീവികളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇവരുടെ ശരീരത്തിന് ഇങ്ങനെ പൊതിഞ്ഞിട്ട് കാൽസ്യം കാർബണേറ്റ് കൊണ്ട് ഉണ്ടാക്കിയ കവചമുണ്ട്. ഇപ്പൊ ഒച്ചൊന്ന് നോക്കിക്കേ, ഒച്ചിനൊരു ഷെല്ലുണ്ട്, ഒരു കവചമുണ്ട് അല്ലെ. അതായത് ഭൂരിഭാഗം ജീവികളിൽ, മോസ്റ്റ് ഓർഗാനിസത്തിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഷെല്ല്, കവചം കാണാൻ പറ്റും. ഈ കവചം ഉണ്ടാക്കിയിട്ടുള്ളത് എന്തിനെ കൊണ്ടാണ്? കാൽഷ്യം കാർബണേറ്റ് അല്ലെ. ശരീരത്തിന് പൊതിഞ്ഞിട്ട് ഷെല്ല്, കവചമുണ്ട്, വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. എക്സാമ്പിൾ എന്താ? ഒന്ന് മിസ് ഓൾറെഡി പറഞ്ഞല്ലോ, ഒച്ച്, പിന്നെ നമ്മുടെ നീരാളി, പിന്നെ നമ്മുടെ കക്കയില്ലേ, കക്ക അല്ലെ, കക്ക, ക്ലാം, ഇതൊക്കെ ഇതിന്റെ ഉദാഹരണമാണ് കേട്ടോ. സ്നെയില്, ഒക്ടോപ്പസ്, ക്ലാം. ഓക്കെ, അപ്പൊ മൊളസ്ക കഴിഞ്ഞല്ലോ. അടുത്തതാണ് നമ്മുടെ സ്റ്റാർ ഫിഷ് ഒക്കെ വരുന്ന എക്കൈനോഡെർമേറ്റ. എന്താണ്? എക്കൈനോഡെർമേറ്റ. എക്കൈനോഡെർമേറ്റ എന്ന് ഇംഗ്ലീഷിൽ മിസ് പറഞ്ഞ് ശീലിച്ചത് കൊണ്ടാണ് മലയാളം മീഡിയംകാർക്ക് എക്കിനോഡെർമേറ്റ എന്നാണ് കേട്ടോ. അപ്പൊ ചില ആൾക്കാർ എക്കിനോ എന്ന് പറയും, ചില ആൾക്കാർ എക്കൈനോ എന്ന് പറയും. അത് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ള അനുസരിച്ച് പ്രൊണൗൺസ് ചെയ്യില്ല, അങ്ങനെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം എക്കിനോഡെർമേറ്റയോ എക്കൈനോഡെർമേറ്റയോ ഇംഗ്ലീഷുകാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, മലയാളം മീഡിയംകാർ എക്കിനോഡെർമേറ്റ എന്ന് തന്നെ പറയണം. ഓക്കെ, അപ്പൊ ഇവരെന്താണ്? കടൽ ജീവികളാണ് കേട്ടോ. ഓക്കെ, എന്താണ്? മെറൈൻ ഓർഗാനിസംസ് ആണ്, അതായത് സമുദ്ര ജീവികൾ, കടൽ ജീവികളാണ്. അപ്പൊ ഇവരുടെ ശരീരത്തിന്റെ പ്രത്യേകത, ഇപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ, സ്റ്റാർ ഫിഷിനെ ഒക്കെ കണ്ടു പരിചയം ഉണ്ടാവുമല്ലോ അല്ലെ. നമ്മുടെ സ്റ്റാർ ഫിഷിന് എന്താണ്? നക്ഷത്ര മത്സ്യം എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അപ്പൊ ഈ സ്റ്റാർ ഫിഷ് ഒക്കെ ഒന്ന് എടുത്ത് കയ്യിൽ വെച്ച് നോക്കുക, കുറെ മുള്ളുകൾ ശരീരത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അല്ലെ, സ്പൈൻസ് ഉണ്ട്. അതാണ് ഈ ഒരു ഫൈലത്തിന്റെ പ്രത്യേകത കേട്ടോ. മെറൈൻ ഓർഗാനിസംസ് ആണ്, സമുദ്രജീവികളാണ്, ആൻഡ് സ്പൈനി ബോഡിയുടെ ഓർഗാനിസംസ് ആണ്. അതായത് മുള്ളുകളുള്ള ശരീരത്തോട് കൂടിയ ആൾക്കാരാണ്, മുള്ളുകളുള്ള ശരീരമുള്ള ആൾക്കാരാണ് എക്കിനോഡെർമേറ്റയിൽ വരുന്നത്. എക്സാമ്പിൾ എന്താ? നമ്മുടെ കടൽച്ചേന, കടൽച്ചേനയാണ് സീ ഏർച്ചിൻ എന്ന് പറയും. പിന്നെ നമ്മൾ പറഞ്ഞു നക്ഷത്ര മത്സ്യം, സ്റ്റാർ ഫിഷ് അല്ലെ. ഇതൊക്കെയാണ് എക്കിനോഡെർമേറ്റയുടെ ഉദാഹരണങ്ങൾ. അടുത്തതാണ് നമ്മുടെ കോഡേറ്റ. കോഡേറ്റ നമ്മളൊക്കെ വരുന്ന ആൾക്കാർ പക്ഷികളും മത്സ്യങ്ങളും അല്ലെ, ഫിഷസും, അതുപോലെ തന്നെ എന്താണ് ഇപ്പൊ നമ്മുടെ തവള അല്ലെങ്കിൽ നമ്മുടെ ക്രോക്കഡൈൽ, മുതല, പിന്നെ മനുഷ്യന്മാരൊക്കെ വരുന്നത് എന്താ? ഫൈലം കോഡേറ്റ അല്ലെ. കോംപ്ലക്സ് ഓർഗാനിസംസ് ആ. ശരീരഘടന നോക്കുകയാണെങ്കിൽ ഭയങ്കര കോംപ്ലക്സ് ശരീരഘടനയുള്ള ആൾക്കാരാണ് അല്ലെ കോഡേറ്റയിൽ വരുന്നത്. സോ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പൊ കോർഡേറ്റയുടെ പേര് നിങ്ങൾ നോക്കിക്കേ, കോർഡേറ്റ
അതിന്റെ അർത്ഥം ഇവർക്ക് എന്തോ ഒരു സാധനം ഉണ്ട്. എന്തുണ്ട്? നോട്ടോകോഡ് ഉണ്ടല്ലേ. അതായത് റോഡ് ഷേപ്ഡ്, ദണ്ഡാകൃതിയിലുള്ള നോട്ടോകോഡ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ട്രക്ചറുള്ള ആൾക്കാരാണ് കോഡേറ്റയിൽ വരുന്നത്. ഓക്കെ, ഇവരിൽ തന്നെ ചില ആൾക്കാർ നട്ടലുള്ളവയാണ്. അതായത് ഈ നോട്ടോകോഡിനെ എന്താണ് മാറ്റിയിട്ട് അതിന് പകരം അവിടെ എന്ത് വരുന്നുണ്ട്? വലുതാവുന്നതിനനുസരിച്ച് അഡൽട്ട് ആകുമ്പോൾ അവിടെ വേർട്ടിബ്രൽ കോളം ഉണ്ടാവുന്നുണ്ട്. അതാണ് നട്ടലുള്ള ജീവികൾ. നമ്മളൊക്കെ വേർട്ടിബ്രേറ്റ്സ് ആണ് അല്ലെ? വേർട്ടിബ്രൽ കോളം നട്ടലുള്ളവയാണ്. ഓക്കെ, അപ്പൊ കോഡേറ്റയുടെ പ്രത്യേകത എന്താണ്? ഓർഗാനിസംസ് വിത്ത് റോഡ് ഷേപ്ഡ് നോട്ടോകോഡ് ഓർ വേർട്ടിബ്രൽ കോളം. ദണ്ഡാകൃതിയിലുള്ള നോട്ടോകോഡ് അഥവാ എന്താണ്? നട്ടലുള്ള ജീവികളാണ് കോഡേറ്റ എന്ന് പറയുന്ന ഫൈലിൽ തരുന്ന എക്സാമ്പിൾ എന്തൊക്കെയാ? മനുഷ്യൻ, മത്സ്യം, തവള അല്ലെ, മാൻ, ഫിഷ്, ഫ്രോഗ് ഒക്കെ ഇതിന്റെ ഉദാഹരണമാണ്. അപ്പൊ നോട്ടോകോഡ് എന്ന് കണ്ടാൽ അപ്പൊ തന്നെ അത് കോഡേറ്റ എന്ന് പറയുന്ന ഫൈലമാണെന്ന് മനസ്സിലാക്കിക്കോളുക. മുള്ളുകളുള്ള ശരീരം, സ്പൈനി ബോഡിയുടെ ഓർഗാനിസംസ് ഏതാണ്? എക്കൈനോഡെർമേറ്റയാണ് അല്ലെ. അതേപോലെ തന്നെ ശരീരത്തിൽ കുറെ സുഷിരങ്ങൾ, പോറുകൾ ഉണ്ടെങ്കിൽ അത് പോരിഫറയാണ്. നിഡോബ്ലാസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഏതാണ്? നിഡേരിയ അല്ലെങ്കിൽ സീലൻഡ്രേറ്റയാണ്. ഉരുണ്ട വിരകൾ, റൗണ്ട് വേംസ് അല്ലെ, അത് വരുന്നത് ഏതിലാണ്? നിമാറ്റോഡയിലാണ്. പിന്നെ പരന്ന വിരകൾ വരുന്നതോ പ്ലാറ്റി ഹെൽമിന്തസിലാണ്. പിന്നെന്താ? ഷെല്ല് അല്ലെ, കവചം ഉണ്ടാക്കിയിരിക്കുന്നത് കാൽഷ്യം കാർബണേറ്റ്. അതേത് ജീവികളാണ്? മൊളുസ്ക എന്ന് പറയുന്ന ഫൈലമാണ് കേട്ടോ, മൊളുസ്ക. പിന്നെ എന്താണ്? ജോയിന്റഡ് ലെഗ്സ് ഉള്ള ആൾക്കാർ അല്ലെ, ഇങ്ങനെ ചേർന്ന് വന്നിരിക്കുന്ന കാലുകളുള്ളവ ഏതാണ്? ആർത്രോപോഡ. ഇവർക്ക് എന്തുണ്ട്? ബാഹ്യാസ്ഥികുടം, എക്സോസ്കെലിട്ടൺ ഉണ്ട്. അപ്പൊ ഓരോ ഫൈലത്തിനും അതിൻ്റെതായിട്ടുള്ള എന്തുണ്ടടാ? പ്രത്യേകതകൾ ഉണ്ട് അല്ലെ, പ്രത്യേകതകളുണ്ട്. സെഗ്മെന്റ്സ് ഉള്ള ആൾക്കാരാണ് ആനലിഡ. ഖണ്ഡങ്ങളോട് കൂടിയുള്ള ശരീരമുള്ളവയാണ് ആനലിഡയിൽ വരുന്നത്. അപ്പൊ ഓരോ ഫൈലത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. സോ മക്കളെ, ആ പ്രത്യേകതകൾ വെച്ചിട്ടാണ് നിങ്ങൾ ഓരോ ഫൈലവും പഠിക്കേണ്ടത്. ഉദാഹരണം ഉറപ്പായും ചോദിക്കുന്ന ചോദ്യമാണ്. ഉദാഹരണവും പഠിച്ചു വെച്ചോളാ. സോ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്കൊരു 2 മാർക്കിനോ 3 മാർക്കിനോ ചോദ്യം ഉറപ്പിക്കാം. സോ സ്കിപ്പ് ചെയ്യാൻ പാടില്ല, അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോളാ. ഇതിന് പുറമെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറെ കോണ്ടന്റ് വീഡിയോസും ഷോർട്സും ഒക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. നിങ്ങൾ എന്ത് ചെയ്യുക? മസ്റ്റ് ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഈ വീഡിയോസ് ഒക്കെ ഇൻഫർമേറ്റീവ് ആണല്ലോ, മക്കൾക്ക് ഉപകാരപ്പെട്ടല്ലോ. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങളുടെ സജഷൻസ് എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അത് കമൻറ്റ് ചെയ്യുക. പിന്നെ ലൈവ് ഉറപ്പായും കാണണം. കാരണം ആ ലൈവ് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ പറ്റൂ. കാരണം ഇതിൻ്റെ പുറമെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുക ആ ലൈവിലായിരിക്കും കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ലൈവിൽ കാണാം. എല്ലാവർക്കും ബയോളജിയിൽ ഫുൾ മാർക്ക് തന്നെ ഉറപ്പിക്കാം. ടാറ്റാ.